നമസ്കാരം, ഞാൻ ഷൈൻ പണിക്കർ. ഇന്നത്തെ നമ്മുടെ വിഷയം ശബരിമല ശ്രീ അയ്യപ്പൻ. വളരെ പ്രാധാന്യമായിട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ്. മറ്റ് അയ്യപ്പന്മാരെ അപേക്ഷിച്ച്, അതായത് മറ്റ് ക്ഷേത്രങ്ങളിൽ അയ്യപ്പ പ്രതിഷ്ഠകൾ ഉണ്ടാവില്ല. അതുമായി എന്താണ് വ്യത്യസ്തത? ചോറ്റാനിക്കര അമ്മ ആറ്റുകാലമ്മയായിട്ട് വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ആനയെ വളരെ ഇഷ്ടമുള്ള ഗുരുവായൂരപ്പൻ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ തൃച്ചംബരത്തപ്പന് ആനയെ ഇഷ്ടമേ അല്ല. രണ്ടും ഒരേ ചൈതന്യങ്ങളാണെങ്കിൽ പോലും ആനയെ ഇഷ്ടമല്ലാത്ത ആളും. ഇതെങ്ങനെയാണ് ഈ വ്യത്യസ്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സംശയം ഏകദേശം ഒരു ലളിതമായ തരത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ തന്ത്രിയുടെ ഒരു റോളുണ്ട്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തെ ആ ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുകയും അതിൽ ഈ തന്ത്രിയുടെ പ്രാണന്റെ ഒരംശത്തെ പ്രാണപ്രതിഷ്ഠ കൊടുത്തുമാണ് ഈ ഓരോ ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത്. സ്വന്തം പ്രാണന്റെ തന്നെ ഒരംശത്തെ കൊടുക്കുന്ന കാര്യം, അതിനാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയാറുള്ളത്. അപ്പോ ആ ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു പിതൃതുല്യനാണ് തന്ത്രി എന്ന് പറയാനുണ്ടാവുന്ന കാര്യം. മാത്രമല്ല, ആ ദേവന്റെ ചുമതലകളെയും കർത്തവ്യങ്ങളെയും കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നതും ഈ തന്ത്രി തന്നെയാണ്. അപ്പോൾ ആ തരത്തിലൊരു ഗുരുശിഷ്യ ബന്ധവും കൂടി ഇവർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉടനീളം നിൽക്കുന്ന ആ ഒരു ചൈതന്യത്തെ തന്ത്രി വളരെ സങ്കീർണമായ ചില പ്രക്രിയകളിലൂടെയാണ് ആ ഒരു ചൈതന്യ വിഗ്രഹത്തിലേക്ക് കൊടുക്കുന്നത്. ഈ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം നടക്കുന്ന ധ്യാനിധിവാസം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഈ ചടങ്ങിനെ കുറിച്ച് ഒരു ശരിക്കും സമഗ്രമായ ഒരു പഠനം നടത്തിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുമാത്രം സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. തന്ത്രിയുടെ സ്വന്തം ശരീരത്തെയും ദേവന്റെ ശരീരത്തെയും ഒന്നാക്കി തീർക്കാനായി പിംഗള സുഷുമ്ന നാഡികളുടെ ഇടയിലൂടെ ഒരു സംയോഗം സൃഷ്ടിച്ച് അതിനെ ഒന്നാക്കിക്കൊണ്ട് പ്രകൃതിയിലുള്ള 24 തത്വങ്ങളെയും ഒരു പുരുഷ തത്വത്തെയും കൂടി ചേർത്ത് ഈ വിഗ്രഹത്തിലേക്ക് തൻ്റെ പ്രാണന്റെ ഒരംശം കടത്തിവിടുക എന്ന് പറയുന്ന അതിസങ്കീർണമായ ചടങ്ങ് ഈ പ്രതിഷ്ഠയുടെ തലേ ദിവസം നടക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ അത്രയും തന്നെ സങ്കീർണം തന്നെയാണ് ഈ പ്രതിഷ്ഠാ ദിവസവും നടക്കുന്നത്. പ്രകൃതി എന്ന ആ പീഠത്തെയും പുരുഷൻ എന്ന ആ ബിംബത്തെയും ചേർത്ത് ഒന്നാക്കി പ്രകൃതി പുരുഷ സംയോഗം എന്ന സൃഷ്ടി പ്രക്രിയയെ ഒരു താന്ത്രിക സംവിധാനത്തിലൂടെ നടപ്പാക്കുകയാണ് തന്ത്രി അവിടെ ചെയ്യുന്നത്. അതിനുശേഷം തന്ത്രി ജീവാവാഹന എന്ന് പറയുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങിലൂടെ സ്വന്തം ഉപാസന കൊണ്ടുണ്ടാക്കിയ ആ ചൈതന്യത്തിന്റെ ഒരംശം ആ ദേവന് അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതും ഇത്രയും തന്നെ സങ്കീർണമായ ഒരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ ദേവനും തന്ത്രിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം കൊടുക്കുന്ന കൽപ്പനയിലെ ആദ്യത്തെ തന്നെ ആകൽപ്പാന്തം ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചത്തിന്റെ അവസാനത്തോളം ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ദേവൻ ഭക്തജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കാനായിട്ട് ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആദ്യമായി കൊടുക്കുന്നത് തന്നെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആ ഒരു പ്രതിഷ്ഠയുടെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ആചാരങ്ങളുടെ വ്യത്യസ്തതയാണ്. ആ ഒരു ജീവാവാഹന എന്ന് പറയുന്ന ചടങ്ങിന് ശേഷമാണ് ഒരു പ്രാർത്ഥനാ ചടങ്ങ് എന്ന് പറയുന്നത് ശരിക്കും ചില നിർദ്ദേശങ്ങൾ, ചില കൽപ്പനകൾ ദേവനുമായി, അതായത് ദേവനുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ ദേവന് പകർന്നു കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ആ പ്രാർത്ഥനാ രൂപത്തിൽ പറയുന്നത്. ലോക അനുഗ്രഹത്തിനായി നിലകൊള്ളണമേ എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു തന്ത്രി എന്റെ കാര്യം സാധിച്ചു തരണമേ എന്ന് ഒരിക്കലും ഒരു തന്ത്രിമാരും പറയാറില്ല. അപ്പോൾ ലോകാനുഗ്രഹത്തിനായി തങ്ങളുടെ മുന്നിൽ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കണമേ, ഒരിക്കലും നശിക്കാത്ത ഈ ഒരു ശക്തി, ഒരിക്കലും ക്ഷയിക്കാത്ത ഈ ഒരു ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമേ എന്നുള്ള തരത്തിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകും. അപ്പൊ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ തന്ത്രി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്കായി നിലകൊള്ളണം എന്ന തരത്തിലുള്ള പ്രാർത്ഥന ഒരു ആചാര്യൻ ശിഷ്യൻ ഉപദേശിക്കുന്ന പോലെ ഒരിക്കലും വാക്ക് തെറ്റിക്കാത്ത തരത്തിൽ ആ ദേവൻ അത് പാലിക്കപ്പെടുന്നു. അപ്പോൾ ആ തരത്തിൽ അത് ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നെ അടുത്തതായി വരുന്നത് ദേവന് നമ്മൾ ചെയ്യേണ്ട ചില ആചാരങ്ങളുടെ വാക്ക് കൊടുക്കലാണ്. അപ്പൊ ആ ഒരു ചടങ്ങ് നമ്മൾ കൃത്യമായി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ചില ആചാര ക്രമങ്ങളുണ്ടാകും. അപ്പൊ ശബരിമല അയ്യപ്പന് നമ്മൾ കൊടുത്തിട്ടുള്ള, അതായത് അന്നത്തെ ആ തന്ത്രി കൊടുത്ത ആചാരങ്ങൾ ആയിരിക്കില്ല മറ്റൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പന് കൊടുത്ത ആചാരങ്ങളായിരിക്കത്തില്ല തൃച്ചംബരത്തിരിക്കുന്ന ഭഗവാന് കൊടുത്തിരിക്കുന്നത്.
അപ്പൊ ആചാരങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ ആ ദേവൻ എത്രത്തോളം നമ്മളോട് ഇങ്ങോട്ട് ബാധ്യസ്ഥനായിരിക്കുന്നു അത്രത്തോളം തന്നെ ബാധ്യസ്ഥത നമ്മൾക്ക് തിരിച്ച് അങ്ങോട്ടും ഉണ്ടാകും. പക്ഷെ പലയിടത്തും ആചാര ലംഘനങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നുമുണ്ട്. ഒരിക്കലും ലംഘിക്കപ്പെടേണ്ടതല്ല ആചാരങ്ങൾ, സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എത്ര കാലം പുരോഗമിച്ചു ചെന്നാലും വാക്ക് എന്ന് പറയുന്നത് ഒരു സത്യമാണല്ലോ. ആ വാക്ക് നമ്മൾ പാലിക്കാൻ അതിനുശേഷം വരുന്ന ഓരോ തലമുറയും ബാധ്യസ്ഥനാണ്. അപ്പൊ കൃത്യമായും ആചാരങ്ങളെ നിങ്ങൾ അവഹേളിച്ചില്ല എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം അതൊന്ന് അറിഞ്ഞിരിക്കാൻ പഠിക്കുക. എന്തുകൊണ്ട് ആ ആചാരങ്ങൾ അങ്ങനെ വന്നു എന്ന് അറിയാനെങ്കിലും ശ്രമിക്കുക. ഇത് ഞാൻ വളരെ ചുരുക്കത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞെങ്കിലും വളരെ സങ്കീർണമായ കുറെ പ്രക്രിയകളിലൂടെയാണ് ഇത് നടക്കുന്നത്. അത് സാധാരണക്കാർക്ക് ചിലപ്പോൾ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. എന്നാലും അത് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് ഇത്തരം ആചാരങ്ങൾ കേരളത്തിന്റെ പലയിടത്തും ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ താഴെ ചോദിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു വിഷയം ഞാൻ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.